യെസ്, വക്കീലെ, എത്ര നന്ദികേട് കാണിച്ചാലും ഇന്ത്യ ആ, ബംഗ്ലാദേശിനെ സഹായിച്ചു കൊണ്ടിരിക്കും. ഇന്ത്യയുടെ ആ, ഒരു മെൻ്റൽ മേക്കപ്പ് അങ്ങനെയാണ്, ഇന്ത്യയിലെ ഭരണാധികാരിയുടെ മെൻ്റൽ മേക്കപ്പ് അങ്ങനെയാണ് എന്നാണ് ഡോക്ടർ പ്രഭാകരൻ പലേരി പറയുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്ത് കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞു വെക്കുന്നത്. സത്യമായിരിക്കും. അദ്ദേഹത്തിനെ പോലുള്ള പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തി പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ സഹായം എന്നുള്ളത് ഒരു നിയന്ത്രണ സ്വഭാവമുള്ള സഹായമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിൽ അവര് ചൈനയുമായി അനാവശ്യമായി ഒരുപാട് കച്ചവട കരാറുകൾ ഒപ്പിട്ടിട്ട് ചൈന അനാവശ്യമായി അവരെ കൊണ്ട് കടം വാങ്ങി ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതൊന്നും എവിടെ എത്താണ്ടായി. അപ്പോൾ ചൈനയ്ക്ക് കടക്കാരുമായി അവർക്കിട്ട് ഗുണമുണ്ടായില്ല. അങ്ങനെയൊക്കെയാണ് അവർ സാമ്പത്തിക പ്രതിസന്ധിയിൽ വന്ന് പെട്ടത്. പക്ഷെ പ്രതിഫല ഇച്ഛ കൂടാതെ നമ്മൾ അവരെ സഹായിച്ച് ഇപ്പോൾ അവർ ഏതാണ്ട് ഒരു റെയിലുമേലായിട്ടുണ്ട് രണ്ടാമതും. പക്ഷെ ഇനി ഇന്ത്യ അവിടെ ഒരു ചൈനയുടെ ഒരു ഇടപെടൽ ഇന്ത്യ അനുവദിക്കില്ല. ആ രീതിയിലുള്ളൊരു നിയന്ത്രണം ഇപ്പൊ ഇന്ത്യ ശ്രീലങ്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിനും ആത്യന്തികമായി ഇന്ത്യയോട് സഹായം ചോദിക്കേണ്ടി വരും. കാരണം അവരെ സഹായിക്കാൻ തയ്യാറായ മറ്റൊരാൾ ഈ ലോകത്തില്ല. അതൊരു സത്യമാണ്. അവർക്ക് സഹായം ചോദിക്കാനും വാങ്ങാനും ഏറ്റവും എളുപ്പം ഇന്ത്യ തന്നെയാണ്. പക്ഷെ ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിലുള്ളത് പോലെ ഉള്ള ഒരു സഹായമായിരിക്കില്ല. ഇന്ത്യ അവിടെ കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവരെ ഒരു എന്താ പറയാ ഒരു നല്ല നടപ്പിന് കൊണ്ടുപോകുന്ന രീതിയിൽ, അതായത് ഈ തരത്തിലുള്ള തീവ്രവാദ ശക്തികൾക്ക് അടിമപ്പെടാതെ അരാജകത്വത്തിലേക്ക് വീഴാതെ ജനാധിപത്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ബംഗ്ലാദേശിനും ലോകത്തിനും എല്ലാവർക്കും ഗുണമാവുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകണം എന്ന രീതിയിൽ അവരെ നയിക്കുന്ന തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളോട് കൂടിയുള്ള ഒരു സഹായം മാത്രമേ ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അവർക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇപ്പൊ നേപ്പാളിന്റെ കാര്യത്തിൽ നമ്മളത് ഒരു വലിയ പരിധി വരെ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിൽ ചൈനയുടെ സ്വാധീനം കുറഞ്ഞു വരികയും ഇന്ത്യയുടെ സ്വാധീനം കൂടി വരികയും ഇപ്പൊ നേപ്പാളിൽ കുറെ ശാന്തമായ സാഹചര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഉള്ള സഹായങ്ങളായിരിക്കും. അവരുടെ രാജ്യം പുരോഗതി നേടണം, അവിടെ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകണം, നമ്മൾക്കും ലോകത്തിനും അവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്.